നമസ്കാരം. നിങ്ങളൊരു ബിസിനസ് നടത്തുകയാണെങ്കിൽ ഒരു സംശയം എപ്പോഴും ഉണ്ടാകാം. നമ്മൾ മാർക്കറ്റിങ്ങിനായി മുടക്കുന്ന പണത്തിന് ശരിക്കും എന്ത് സംഭവിക്കുന്നു? ആ പണം എങ്ങോട്ടാണ് പോകുന്നത്? അതിൽ നിന്ന് എന്താണ് തിരികെ വരുന്നത്? ഈ ഒരു അനിശ്ചിതത്വത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങളുടെ മാർക്കറ്റിംഗ് ഒരു ബ്ലാക്ക് ബോക്സ് പോലെയാണോ നിങ്ങൾക്ക് തോന്നുന്നത്? അതായത്, നിങ്ങൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പണം ഒരു വശത്തുകൂടി അതിലേക്ക് ഇടുന്നു, പക്ഷെ അപ്പുറത്ത് എന്താണ് സംഭവിക്കുന്നത്? ഇതിൽ നിന്ന് ശരിക്കും ലാഭം കിട്ടുന്നുണ്ടോ എന്ന് ഒരു പിടിയുമില്ലാത്ത ഒരവസ്ഥ. ഇതിനെ നമുക്കൊരു സ്ലോട്ട് മെഷീനിൽ പൈസ ഇടുന്നതുമായിട്ട് താരതമ്യം ചെയ്യാം. നിങ്ങൾ പൈസ ഇടുന്നു, ആ ലിവർ വലിക്കുന്നു, പക്ഷെ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്തിനാണ് വർക്ക് ചെയ്യുന്നത് എന്നൊരു ഐഡിയയുമില്ല. ചിലപ്പോൾ എന്തെങ്കിലും തിരികെ കിട്ടും, ചിലപ്പോൾ ഒന്നും കിട്ടില്ല. പല ബിസിനസ്സുകൾക്കും മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഏതാണ്ട് ഇങ്ങനെ ഒരു ഭാഗ്യപരീക്ഷണമാണ്. അപ്പോൾ ഈ ഒരു സംഭവത്തിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് ബ്ലാക്ക് ബോക്സ് എന്ന് വിളിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ അപകടം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വെറും ഊഹങ്ങളെ മാത്രം ആശ്രയിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങും. അത് നിങ്ങളുടെ ബിസിനസ്സിന് ഒട്ടും നല്ലതല്ല. ഈ അനിശ്ചിതത്വം സ്വാഭാവികമായും ഒരു വലിയ ഭയത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഞാൻ എൻ്റെ പണം വെറുതെ കത്തിച്ചു കളയുകയാണോ? ലൈക്കുകളും ക്ലിക്കുകളും ഒക്കെ കാണാൻ നല്ല രസമായിരിക്കും, പക്ഷെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ വരുന്നില്ലെങ്കിൽ ഈ പൊള്ളയായ കണക്കുകൾ കൊണ്ട് പിന്നെ എന്തു പ്രയോജനം, അല്ലേ? നിങ്ങളുടെ ROI, അതായത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് അഥവാ മുടക്കുമുതൽമേലുള്ള ലാഭത്തിനെ കാർന്നു തിന്നുന്ന 3 പ്രേതങ്ങളുണ്ട്. അതെ, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ബിസിനസ്സിനെ പിന്നോട്ട് വലിക്കുന്ന 3 നിശബ്ദ ശത്രുക്കൾ. അപ്പോൾ ഏതൊക്കെയാണ് ഈ 3 പ്രേതങ്ങളൊന്ന് നോക്കാം. ഒന്നാമത്തത്, ആട്രിബ്യൂഷനിലെ മൂടൽമഞ്ഞ്, അതായത് വിജയം എവിടെ നിന്നാണ് വരുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. രണ്ടാമത്തത്, വാനിറ്റി ട്രാപ്പ്, പ്രയോജനമില്ലാത്ത കണക്കുകളുടെ കെണി. പിന്നെ മൂന്നാമത്തത്, CAC പ്രതിസന്ധി, ഒരു കസ്റ്റമറെ നേടാനുള്ള ചെലവ് നിങ്ങളുടെ ലാഭത്തെ ഇല്ലാതാക്കുന്ന ഒരവസ്ഥ. നമുക്ക് ഓരോന്നായിട്ടൊന്ന് വിശദമായിട്ട് നോക്കാം. ഇതാണ് ഒന്നാമത്തെ പ്രേതം. നിങ്ങളുടെ ഏത് മാർക്കറ്റിംഗ് ശ്രമമാണ് ശരിക്കും റിസൾട്ട് തരുന്നത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ. ഫേസ്ബുക്ക് പരസ്യമാണോ, ഇമെയിൽ മാർക്കറ്റിംഗ് ആണോ, അതോ മറ്റെന്തെങ്കിലുമാണോ നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ കൊണ്ടുവരുന്നത്? ഈ ഒരു ഉദാഹരണം ഒന്ന് നോക്കിയേ. നിങ്ങൾ 500 രൂപ മുടക്കി, നിങ്ങൾക്ക് 30 പുതിയ കസ്റ്റമേഴ്സിനെ കിട്ടി. കൊള്ളാം അല്ലേ? പക്ഷേ അവരെവിടെ നിന്നാണ് വന്നത്? ഫേസ്ബുക്ക് ആഡ് കണ്ടിട്ടാണോ, അതോ മറ്റെവിടെ നിന്നെങ്കിലുമാണോ? ഈ ചോദ്യത്തിന് ഉത്തരം അറിയില്ലെങ്കിൽ അടുത്ത 500 രൂപ എവിടെ മുടക്കണം എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയയും ഉണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ ഇരുട്ടിൽ തപ്പുന്നത് പോലെയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രേതത്തിലേക്ക് വരാം. വാനിറ്റി ട്രാപ്പ്. കാണാൻ നല്ല ഭംഗിയുള്ള പക്ഷേ ബിസിനസ്സിന് യാതൊരു ഗുണവും ചെയ്യാത്ത ചില മെട്രിക്കുകളുടെ കെണിയിൽ നമ്മൾ പെട്ടുപോകുന്ന ഒരവസ്ഥയാണിത്. ഈയൊരു വാചകം എപ്പോഴും ഓർത്തുവയ്ക്കുന്നത് നല്ലതാണ്. ലൈക്കുകൾ കൊണ്ട് നമുക്ക് വീട്ടുവാടക കൊടുക്കാൻ പറ്റില്ലല്ലോ. നിങ്ങളുടെ മാർക്കറ്റിംഗ് ഏജൻസി ഒരുപക്ഷെ വലിയ റിപ്പോർട്ടുകൾ തരുന്നുണ്ടാവാം. ഇത്ര ലക്ഷം ഇംപ്രഷൻസ് കിട്ടി, അത്രയും റീച്ച് കിട്ടിയെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ കച്ചവടം നടക്കുന്നില്ലെങ്കിൽ ആ കണക്കുകളെല്ലാം വെറും അക്കങ്ങൾ മാത്രമാണ്. ഇതാണ് മൂന്നാമത്തത്. ഒരുപക്ഷേ ഏറ്റവും അപകടകാരിയും ഇതുതന്നെയാണ്. CAC പ്രതിസന്ധി, അതായത് കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ്. ലളിതമായി പറഞ്ഞാൽ, ഒരു പുതിയ കസ്റ്റമറെ കിട്ടാൻ നിങ്ങൾ എത്ര രൂപ ചെലവാക്കുന്നു? ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി സീരിയസ് ആകുന്നത്. ഈ കണക്കൊന്ന് നോക്കൂ. ഒരു കസ്റ്റമറെ കിട്ടാൻ നിങ്ങൾ 50 രൂപ ചെലവാക്കുന്നു എന്ന് വെക്കുക. പക്ഷേ ആ കസ്റ്റമറിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ലാഭം അത് വെറും 40 രൂപയാണ്. അപ്പോൾ പിന്നെ എന്താ സംഭവിക്കുക? ഫലം ഇതാണ്. നിങ്ങൾ നേടുന്ന ഓരോ പുതിയ കസ്റ്റമറും നിങ്ങളുടെ കയ്യിൽ നിന്ന് 10 രൂപയുടെ നഷ്ടമുണ്ടാക്കുന്നു. ഇതൊരു സൈലന്റ് കില്ലറാണ്, അറിയാമോ? നിങ്ങൾ കൂടുതൽ കസ്റ്റമേഴ്സിനെ നേടുംതോറും നിങ്ങളെ ബിസിനസ് കൂടുതൽ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുകയാണ് ചെയ്യുന്നത്. ശരി, ഇത്രയും നേരം നമ്മൾ പ്രശ്നങ്ങളെക്കുറിച്ചാണല്ലോ സംസാരിച്ചത്. ഇനി ഇതിനൊരു പരിഹാരം വേണ്ടേ? മാർക്കറ്റിംഗ് എന്നതൊരു ജൂതാട്ടമല്ല, അതൊരു നിക്ഷേപമാക്കി മാറ്റണം. ആ ബ്ലാക്ക് ബോക്സ് തുറന്ന് നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചം കൊണ്ടുവരാം. ആ ബ്ലാക്ക് ബോക്സ് തുറക്കാൻ നമുക്ക് 3 കാര്യങ്ങൾ ചെയ്യാം. ഒന്നാമതായി, ക്ലിക്കുകൾ മാത്രം നോക്കാതെ ഒരു കസ്റ്റമർ വരുന്നതിന്റെ മുഴുവൻ യാത്രയും ട്രാക്ക് ചെയ്യുക. രണ്ടാമതായി, ROASൽ ശ്രദ്ധിക്കുക, അതായത് റിട്ടേൺ ഓൺ ആഡ് സ്പെൻഡ്. നിങ്ങൾ പരസ്യത്തിന് ചെലവാക്കുന്ന ഓരോ രൂപയ്ക്കും എത്ര രൂപ തിരിച്ചു ബിസിനസ്സായി കിട്ടുന്നു എന്ന കണക്ക്. മൂന്നാമതായി, സുതാര്യമായ റിപ്പോർട്ടുകൾ നിങ്ങളുടെ ടീമിനോട് അല്ലെങ്കിൽ ഏജൻസിയോട് ആവശ്യപ്പെടുക. ഈ മാറ്റം ശരിക്കും മനസ്സിലാക്കാൻ ഒരു നല്ല വഴിയുണ്ട്. നിങ്ങളുടെ മാർക്കറ്റിംഗ് ഒരു സ്ലോട്ട് മെഷീൻ പോലെയാണോ, അതോ ഒരു വെൻഡിംഗ് മെഷീൻ പോലെയാണോ? വ്യത്യാസം വളരെ സിമ്പിളാണ്. സ്ലോട്ട് മെഷീൻ എന്ന് പറയുന്നത് ഒരു ചൂതാട്ടമാണ്. എന്ത് കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല. പക്ഷെ വെൻഡിംഗ് മെഷീൻ അങ്ങനെയല്ല, അതൊരു നിക്ഷേപമാണ്. നിങ്ങൾ പണമിടുന്നു, നിങ്ങൾക്ക് എന്ത് തിരികെ കിട്ടുമെന്ന് കൃത്യമായി അറിയാം. നമ്മുടെ ലക്ഷ്യം മാർക്കറ്റിംഗിനെ ഒരു ചൂതാട്ടത്തിൽ നിന്ന് പ്രവചിക്കാൻ കഴിയുന്ന ലാഭകരമായ ഒരു വെൻഡിംഗ് മെഷീനാക്കി മാറ്റുക എന്നതാണ്. നിങ്ങൾ മുടക്കുന്ന ഓരോ രൂപയുടെയും കണക്ക് കൃത്യമായി അറിയാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. ഊഹങ്ങൾ നിർത്തി ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങളെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ?
എങ്കിൽ ആ ബ്ലാക്ക് ബോക്സ് തുറക്കാനുള്ള സമയമാണിത്. നിങ്ങളുടെ മാർക്കറ്റിംഗിന്റെ കടിഞ്ഞാൺ നിങ്ങളുടെ കയ്യിൽ തന്നെ എടുക്കുക.